ദൈവം കാലാകാലങ്ങളിലായി മനുഷ്യനെ സൃഷ്ടിച്ചു. ആദിയിലവൻ മനുഷ്യനെ സൃഷ്ടിച്ചു, തൻ്റെ ഛായയിൽ സൃഷ്ടിച്ചു. അവനെ പൊടിയിൽ നിന്നും എടുത്ത് മെനഞ്ഞു. അവനെ തൻ്റെ ശ്വാസം ഊരി അവൻ ജീവനുള്ള ദേഹിയാക്കി മാറ്റി. അവനെ ഏതൊരു തോട്ടത്തിലേക്ക് അവനെ നയിച്ചു. അവിടെ അവൻ ഒറ്റയ്ക്കായി നിന്നിട്ട് അവനൊരു സന്തോഷവും ഇല്ലാന്നിട്ട് അത് മനസ്സിലാക്കിയ ദൈവം അവനെ ഒരു മയക്കത്തിലായിട്ട് അവൻ്റെ ഭാര്യയിൽ വർണ്ണത്തിന് ഊരി അവനെ ഒരു സ്ത്രീയെ നിർമ്മിച്ചിട്ടുണ്ട്. തനിക്കൊരു ജീവിത പങ്കാളിയെ വേണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടില്ല. അതറിയാവുന്ന ദൈവം അവന് ജീവിത പങ്കാളിയെ നൽകി. അവൻ്റെ ഭാര്യയിൽ ഒന്നിനെ എടുത്ത് അത് ഒരു ജീവിത പങ്കാളി നൽകി അവനെ അനുഗ്രഹിച്ചു. നിങ്ങൾ ഭൂമിയിൽ സന്താന വിഷ്ടിയുള്ളവരായി പെരുവാൻ അവർക്ക് ധന്യവാദം അവകാശം. ഭൂമിയിൽ ദൈവത്തെ സൃഷ്ടിച്ചത്, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തെ ആരാധിക്കുവാനാണ്. സ്വർഗത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ ദൂതന്മാർ, കോടിക്കണക്കിന് ദൂതന്മാരുള്ളപ്പോൾ ഈ ഭൂമിയിൽ നിന്നും തന്റെ ഛായയിൽ നിന്നും ദൈവത്തെ ആരാധിക്കാൻ തക്കവണ്ണം മനുഷ്യനെ സൃഷ്ടിച്ചു. അവനെ നേരായ വഴിക്ക് നടത്തുവാൻ, നയിക്കുവാൻ, ജീവിക്കുവാൻ അവൻ ദൈവത്തിന്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളാണ്. എന്നാൽ സന്തോഷവാനും സന്തുഷ്ടവാനുമായി ജീവിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ കലർപ്പും വിഷവും മരണവും കൊണ്ടുവരുവാൻ തക്കവണ്ണം സാത്താൻ അവിടെ തന്ത്രം പ്രയോഗിച്ച് സർപ്പമായി വന്ന് ആ ദൈവം വിലക്കിയിരുന്ന വൃക്ഷത്തിന്റെ കനി പൊട്ടിച്ച് മരണം ഏറ്റുവാങ്ങി അങ്ങനെ ആദ്യമായി പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും മനുഷ്യൻ അകന്നു പോകുവാൻ ഇടയായിപ്പോയി. അങ്ങനെ ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യൻ ഓരോരോ വഴികൾ കണ്ടെത്തി ഓരോരോ പാപങ്ങൾ ചെയ്ത് ആ പാപം ഈ ഭൂമിയിൽ പെരുകി അത് പെരുകി വന്ന് അത് ഒരു എല്ലാ വിധത്തിലും സ്വയഭോഗത്തില്, അന്യനെ ഉപദ്രവിക്കുന്ന കാര്യത്തില്, അത് അന്യനെ കൊല്ലുന്ന കാര്യത്തില്, സഹോദരനെ കൊല്ലുന്ന കാര്യത്തില്, അങ്ങനെ ദൈവത്തിനെ ഒട്ടും വകവെക്കാതെ ഒരു ദൈവസ്നേഹമില്ലാതെ ദൈവത്തിന്റെ പ്രവൃത്തി അല്ലാതെ സാത്താന്റെ പ്രവൃത്തിയിലേക്ക് നയിക്കുന്ന ഒരു ജനസമൂഹമായി മാറി. അവനെ മനസ്സിൽ നിന്ന് വെല്ലുവിളിക്കുവാൻ ദൈവം കാലാകാലങ്ങളിലായി അനേക പ്രവാചകന്മാരെയും ദാസന്മാരെയൊക്കെ അയച്ച് തന്റെ വചനം ഈ ഭൂമിയിൽ കൊടുത്തുകൊണ്ടിരുന്നുവെങ്കിലും ഒരു മനുഷ്യനും അത് കൈക്കൊണ്ടില്ല. അവനെ അവന്റെ ഭൗതിക സുഖത്തിലും അവന് നന്മയിലും ഈ ലോകത്തിൽ നിൽക്കുന്ന നന്മയിലും അവൻ പിളച്ചു വളർന്നുകൊണ്ടേയിരുന്നു. അതിനവൻ ആസ്വദിച്ചുകൊണ്ടേയിരുന്നു. അവൻ ആസ്വദിക്കും തോറും അവന്റെ നന്മയിൽ അവൻ കണ്ടെത്തിയ നന്മയിൽ അവൻ ആസ്വദിക്കും തോറും അവൻ ദൈവത്തിൽ നിന്നും അകന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ അകന്നകന്ന് അവൻ മരണത്തിന് അർഹനായിട്ടുണ്ട്. പാപം ചെയ്ത ദേഹി മരിക്കണമെന്ന ദൈവത്തിന്റെ അലംഘനീയമായ ദൈവത്തിന്റെ മുമ്പിൽ അവൻ മരണത്തിന് അധീനമായിത്തീർന്നു. അവൻ പാപം ചെയ്ത് പാപത്തിന് ശിക്ഷയായ മരണം ഏറ്റുവാങ്ങേണ്ടി വന്നു. അങ്ങനെ പാപത്തിന്റെ ശമ്പളമായ മരണം ഏറ്റുവാങ്ങേണ്ടി വന്ന മനുഷ്യനെ വിടുവിച്ചതായി ഒരു പോംവഴിയും ഉണ്ടായിരുന്നില്ല. അവൻ ചെയ്തു കൂട്ടുന്ന പാപത്തിന്റെ പരിഹാരത്തിനായി അന്നന്ന് യാഗം കഴിച്ചിരുന്നുവെങ്കിലും അതുകൊണ്ട് ഒരു പരിഹാരം കണ്ടില്ല. അതേ പാപം പെരുകി വന്നുകൊണ്ടിരുന്നു. മനുഷ്യൻ ദൈവഭാഗത്തിൽ നിന്നും ദൈവത്തിന്റെ വഴിയിൽ നിന്നും തെറ്റിവെച്ചുകൊണ്ടിരുന്നു. അവനെ തന്നിലേക്ക് കളിപ്പിക്കുവാനായി ദൈവത്തിന്റെ പ്രിയ മക്കളാക്കി മാറ്റുവാൻ, തന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ, കാണാതെ പോയ, തന്നിൽ നിന്ന് അകന്നുപോയ തന്റെ മക്കളെ ചേർക്കുവാൻ അവൻ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനമാണ് ആത്മാവായിരുന്ന ദൈവം ജഡത്തിൽ ഒരു മനുഷ്യനായി രൂപാന്തരപ്പെട്ടത്. അവന്റെ പേരാണ് യേശു. അവൻ തന്റെ ജനത്തിന്റെ പാപങ്ങൾ വഹിക്കുന്നവൻ അവൻ യേശു എന്ന പേര് നൽകുന്നു. അവനെ അങ്ങനെ യേശുവിന്റെ പേരിട്ടു. അവനാണ് സാക്ഷാൽ സത്യദൈവം. ആ ദൈവമായി ദൈവമായിരുന്നവൻ തന്റെ ദൈവം എന്നവൻ മുറുകെ പിടിക്കാതെ, നമുക്ക് മുറുകെ പിടിക്കാതെ അവൻ ദാസരൂപമെടുത്ത് അവൻ ഒരു ദാസനായി തീർന്നു.
ഇത് മനുഷ്യനായി തീർന്നു. അവൻ മനുഷ്യൻ അനുഭവിക്കേണ്ട വേദനയെല്ലാം അവൻ ഏറ്റെടുത്തു. ഈ ഭൂമിയിലെ സകല മനുഷ്യരുടെയും വേദന അവൻ ഒറ്റയ്ക്ക് ഏറ്റെടുത്തുകൊണ്ട് അവൻ സ്വയം ഒരു യാഗമായി തീർന്നുകൊണ്ട് കാൽവരി ക്രൂശിൽ ഒരു നിത്യ യാഗമായി സ്വയം യാഗമായി തീർന്ന ആ യാഗത്തിലൂടെ മനുഷ്യന് വിലക്കപ്പെട്ടിരുന്ന മനുഷ്യന് ദൈവത്തിൽ നിന്നും സാത്താൻ അകറ്റി നിർത്തിയ ആ നിത്യജീവൻ നൽകുവാനായി, നിത്യജീവൻ കൊടുക്കുവാനായി അത് ശാസ്ത്രമാക്കുവാൻ സാധിച്ചു. ദൈവം ആ തന്റെ യാഗത്തിലൂടെ അവനെ ഒരു സ്വർഗീയ മകനായി ദൈവത്തിന്റെ മകനുമാക്കി തീർക്കുവാൻ, അവന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ആ കാൽവരി ക്രൂശിൽ ചൊല്ലി രക്തത്തിൽ നിന്ന് കഴുകി ശുദ്ധീകരിച്ച് മക്കളായി തീർന്ന് അവൻ വിശുദ്ധനും വിശുദ്ധയായി തീർന്നുകൊണ്ട് ദൈവത്തിന്റെ വചനപ്രകാരം ജീവിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിയിലും സമാധാനത്തിലും നടന്നുകൊണ്ട് ഈ ലോകത്തിലെ അവൻ അനുഭവപ്പെട്ട കാലങ്ങൾ അത് തീർന്നു കഴിയുമ്പോൾ ഒരു ന്യായവിധിയുണ്ട്. സകല മനുഷ്യരും യേശുക്രിസ്തു വരണമെന്ന് മനുഷ്യൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവൻ രൂപാന്തരപ്പെടും. അല്ല മരിച്ചവരാണെങ്കിൽ അവർ പുനരുത്ഥാനം പ്രാപിക്കും. അത് കഴിഞ്ഞ് ആ ന്യായവിധിയിൽ അവനവൻ ചെയ്ത് കൂട്ടിയ അവനവൻ ചെയ്യുന്നതായ നന്മകൾ അതിന് ഓരോന്നിനും പ്രതിഫലമുണ്ട്. ഈ ലോകത്ത് ശത്രുവിനെ സ്നേഹിക്കുവാൻ പഠിപ്പിച്ച, ശത്രുവിനെ സ്നേഹിക്കുവാൻ പറഞ്ഞു തന്ന, ശത്രുവിനെ സ്നേഹിക്കുവാൻ പോകുന്നതിനൊപ്പം അവന്റെ നന്മ അവന് വേണ്ടി നന്മ ചെയ്യുവാൻ തന്നിൽ വലിയവർക്ക് തന്നിൽ കഴിയുന്ന നന്മകൾ ചെയ്യുവാൻ പഠിപ്പിച്ച ഒരു ദൈവം, ആ ദൈവത്തിന്റെ നാമമാണ് യേശു. ആ യേശുവിനെയാണ് ഞങ്ങളിവിടെ പറയുന്നത്. ഞങ്ങൾക്ക് ഈ യേശുവിനെ കണ്ടുമുട്ടാൻ കഴിഞ്ഞത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. ദൈവമില്ലായിരുന്ന കാണുന്നതിനൊക്കെ നിങ്ങൾക്ക് സദൈവത്തെ അറിയുവാനും അവൻ്റെ ആയിട്ട് പല മക്കളായി തീരുവാനും അവൻ്റെ നാമം ഇതുപോലെ പല സ്ഥലങ്ങളിലും ഘോഷിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഭാഗ്യം എത്രയോ മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. അതെ, സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ കഷ്ടമെന്ന് പറഞ്ഞ ആ ദൈവത്തിന്റെ മുന്നിലാണ് ഞങ്ങൾ ആയിരിക്കുന്നത്. ആ ദൈവം സത്യത്തിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ദൈവം തന്റെ മക്കളിൽ നിന്ന് മകന്നുപോയ മക്കൾക്ക് വേണ്ടി സ്വയം യാഗമായി തീർന്ന് സ്വർഗത്തിലെ ഭവനം തീർക്കാൻ പോയ ദൈവം ആ നിശ്ചയം അതോടൊപ്പം ജീവിക്കാൻ തക്കവണ്ണം ദൈവദൂതന്മാരൊപ്പം ദൈവത്തെ ആരാധിക്കാൻ തക്കവണ്ണം നമുക്ക് വേണ്ടി ഭവനം വെക്കാൻ പോയവൻ, നമുക്ക് വേണ്ടി കരുതുന്നവൻ, നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും തന്നെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഏകസത്യദൈവമായ യേശു അവൻ വേഗം വരുന്നു. അവൻ വരുവാനുള്ള സമയമായിരിക്കുന്നു. അവൻ വരുന്നതിന്റെ ലക്ഷണങ്ങൾ അവൻ പറഞ്ഞിട്ട് പോയി. പ്രവാചകന്മാരൊക്കെയും പറഞ്ഞു. അതെല്ലാം ഇന്ന് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു, സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വള്ളി മുള്ളി തെറ്റില്ലാതെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അനേകരിൽ കൈക്കൊള്ളുന്നു, അനേകരിൽ ബഹിഷ്കരിക്കുന്നു. എന്നാൽ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടും കേട്ടും കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തോട് എതിർക്കുകയും അത് തമ്മിൽ ബലവാനെന്ന് അറിയുവാനും ചില രാജ്യങ്ങളെ പിടിച്ചടക്കുവാനും ഇല്ലായ്മ ചെയ്യുവാനും ഒക്കെ ലോകത്തിന്റെ സമാധാനം പറയുവാൻ തക്കവണ്ണം അനേകരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കാലങ്ങളൊക്കെ നടത്തുകൊണ്ടിരിക്കുന്നു. എവിടെ നേടുന്നു, എന്തും നേടുന്നു. മനുഷ്യ ജീവിതങ്ങളെ കുരുതി കൊടുക്കുന്ന ഒരു കുരുതിക്കളമായ ലോകങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. പാപങ്ങളെ അനേകരെ മരിച്ചു വീഴുന്നു. എന്തുകൊണ്ട് മരിച്ചു വീഴുന്നു? അവർക്ക് ആർക്കുവേണ്ടി മരിക്കുന്നു? അവർ ഒന്നും അറിയുന്നില്ല. കാലഘട്ടങ്ങൾ ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രാവശ്യം ഒരു പട്ടണമെത്തിയാൽ ഈ ലോകം മുഴുവൻ തീരാനുള്ള ശക്തിയായ മാരകവായുധങ്ങളും ബോംബുകളും അണുബോംബുകളും ലോകം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് അനേക രാജ്യങ്ങൾ സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരിക്കുമ്പോൾ പല പ്രാവശ്യം ഭൂമിയെ നശിപ്പിക്കാനുള്ള ആയുധങ്ങൾ അവരുടെ കയ്യിലുണ്ട്. ഈ സൂര്യൻ ഇരുണ്ടു പോകുമെന്നുള്ള ദൈവത്തിന്റെ മുന്നറിയിപ്പ്, ദൈവം പറയുന്നത് സൂര്യൻ ഇരുണ്ടു പോകുമെന്ന്. ഈ ഭൂമിതലം മുഴുവൻ ഇല്ലാതാകും. അതിനുള്ള സമയമൊക്കെ അടുത്തു വരികയാണ്. ലോകം ഇന്ന് അതിനുള്ള എല്ലാ വെമ്പലുകളും കൂട്ടിക്കൊണ്ടിരിക്കുന്നു. വർഷങ്ങളായി രാജ്യങ്ങൾ തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുന്നു. ആരും ജയിക്കുന്നില്ല, തോൽക്കുന്നുമില്ല. ഇത് തുറന്നുകൊണ്ടേയിരിക്കുന്നു. സ്വന്തം വീട്ടിൽ സമാധാനം ഉണ്ടാകത്തില്ല. അപ്പനും മക്കളുമായി യോജിക്കത്തില്ല. അവർ വഴക്കുണ്ടാകും, സമാധാനത്തിലുണ്ടാകും. അപ്പനമ്മമാർ പറയുന്നത് മക്കൾ കേൾക്കത്തില്ല, മക്കൾ ചെയ്യുന്ന അപ്പൻ തന്നെയും ഭരിക്കില്ല. അങ്ങനെ സ്വന്തം വീട്ടിൽ സമാധാനമില്ല. കുഞ്ഞുങ്ങൾ അനുസരണമില്ലാതെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുവാനും വസ്ത്രം കൊടുക്കുവാനും അവരെ പഠിപ്പിച്ച് ഉന്നതിയിലാക്കുവാനും ഈ ലോകത്തിന്റെ ധനങ്ങൾ സമ്പാദിച്ച് ഭവനങ്ങൾ കൊടുക്കുവാനൊക്കെ മാതാപിതാക്കൾ വെമ്പൽ കൂട്ടുന്നുണ്ട്. എന്നാൽ മാതാപിതാക്കൾ മക്കൾക്ക് സ്നേഹം കൊടുക്കുവാൻ, സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കുവാൻ, ദൈവത്തെ പഠിപ്പിക്കുവാൻ, ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ ഇന്ന് അനേകർക്കും സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇന്ന് കുഞ്ഞുങ്ങൾ
അവർ അവരുടെ കൂട്ടുകെട്ടുകൾ കൂടിക്കൊണ്ട് ലോകത്തിന്റെ നാശമായ ഭാവികളിൽ അനേകം വിദ്യാഭ്യാസത്തിൽ പോകുമ്പോഴും അവരിൽ നിന്ന് തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് അറിവുള്ളവരാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജീവിക്കുന്നത്. ഈ അറിവുള്ള ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ന് അംശത്തിലേക്കും ആപത്തിലേക്കും മരണത്തിലേക്കും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? അതെ, ദൈവസ്നേഹം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ദൈവവുമായിട്ടുള്ള സാമീപ്യം വിട്ടുപോയിരിക്കുന്നു. ദൈവമായിട്ടുള്ള അടുപ്പം വിട്ടുപോയിരിക്കുന്നു. ദൈവസന്നിധിയിൽ നിന്നും അവർ അനേകം വളരെ അകന്നു പോയിരിക്കുന്നു. ശത്രുവിനെ കൂടി പതിയെ കാണുവാൻ മാത്രമാണ് ലോകം പഠിപ്പിക്കുകയും ലോകം കാണിക്കുന്നത്. എന്നാൽ ശത്രുവിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ദൈവത്തെ നമുക്ക് മറന്നു കളയാൻ പറ്റത്തില്ല. ആ ദൈവം ഞങ്ങളെ നടത്തുന്നു. ആ ദൈവം വേഗം വരുന്ന ദൈവമാണ്. ഞാൻ വേഗം വരും, ഞാൻ പറഞ്ഞു വെക്കാൻ വേണ്ടി പോകുന്നു പറഞ്ഞ കർത്താവ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ കഴിയുമെന്ന് കർത്താവ്. ആ കർത്താവ് രണ്ടാം വരവ് വളരെ പ്രത്യാശയോടെ കാത്തിരിപ്പാലക്കണം. ഞങ്ങൾക്ക് ലഭിക്കുന്ന ഭാഗ്യത്തെ ഞങ്ങൾ നന്ദിയോടെ ദൈവത്തിൽ വായിച്ചു. അതെ, ഈ ദേശത്ത് ആയിരിക്കുന്നവരും ഈ ദേശത്ത് ജീവിക്കുന്ന സഹോദരങ്ങൾ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ എല്ലാ നന്മകളും സ്നേഹങ്ങളും ഞങ്ങൾക്ക് നേരുന്നു. വ്യാപാരങ്ങളിലായിരിക്കുന്നവരും അത് ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ ഞങ്ങൾ ഇങ്ങനെ അനുഗ്രഹിക്കുന്നു.